സമയം രാവിലെ 11:30 കഴിഞ്ഞു. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ മൃഗശാലയിലാണ്. ഈ ഒരു സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. കടുവയും ഹിപ്പോപ്പൊട്ടാമസും ഒക്കെ ഭക്ഷണം കഴിക്കുന്നത് ഈ സമയത്താണ്. ചെറിയ കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഈ മൃഗങ്ങളൊക്കെ വലിയ കൂട്ടിലേക്ക് മാറ്റപ്പെടും. അതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ മൃഗങ്ങളെ കാണാം, പ്രത്യേകിച്ച് ഹിപ്പോപ്പൊട്ടാമസിനൊക്കെ. ഇപ്പോൾ ഈ മലമ്പാമ്പിനെ കണ്ടില്ലേ? സാധാരണയായിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി വളഞ്ഞു ചുരുണ്ടിരിക്കുന്ന പാമ്പാണ്. ഈ സമയം ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി വെള്ളം കുടിക്കുന്നുണ്ടോ? എന്തൊരു ഭാഗ്യത്തിനാണ് ഞാൻ ഈ സമയത്ത് ഇവിടേക്ക് എത്തിയത്. സാധാരണയായിട്ട് അവിടെ കണ്ട വെള്ളമില്ലേ, ആ വെള്ളത്തിലായിരിക്കും ഹിപ്പോപ്പൊട്ടാമസുകൾ മുഴുവൻ സമയവും. രശ്മി, പോപ്പി എന്നിങ്ങനെയാണ് ഈ നീർക്കുതിരകളുടെ പേര്. ഇവിടെ വരുന്ന ആൾക്കാർ ഈ ബോർഡ് വായിച്ചിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യാറ്. ഇത് മറ്റൊരു ഹിപ്പോപ്പൊട്ടാമസ്. ഇവൻ വാ പൊളിക്കുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടോ. ഇനി ഫുഡിങ് ടൈം ആയതുകൊണ്ട് ഇവൻ ഈ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തേക്ക് നടന്നു പോകും. പിന്നെ മതിലിന്റെ അപ്പുറത്ത് നിന്ന് ജീവനക്കാരിൽ ആരെങ്കിലും ഇവന്റെ വായിലേക്ക് ഫുഡ് വെച്ചു കൊടുക്കും. ഇവിടെ കണ്ട രസകരമായ ഒരു കാര്യം എന്തെന്നാൽ 24 മണിക്കൂറും വെള്ളത്തിൽ കിടക്കുന്ന ഒരു ജീവിയാണ്. അതിന് മേത്തേക്ക് വെള്ളം ഒഴിച്ച് കുളിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് വാ പൊളിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഫുഡ് വെക്കുന്നത് കണ്ടില്ല. ഇനി എപ്പോഴാണ് ഫുഡ് കൊടുക്കണമെന്നും അറിയില്ല. ഇനി ഇവിടുത്തെ മെയിൻ ആകർഷണമായ കടുവയുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം. കടുവ സാധാരണയായിട്ട് കിടക്കാറുള്ള ചെറിയ കൂട്ടിൽ നിന്ന് വലിയ കൂട്ടിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അവന് കുളിക്കാനായിട്ട് ഒരു സ്വിമ്മിംഗ് പൂളും തയ്യാറാക്കിയിട്ടുണ്ട്. ആളതിലൂടെയൊക്കെ ഓടി നടക്കുകയാണ്. കമ്പി പൊളിച്ച് അവന് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ അടുത്ത് നിന്ന് കാണുന്നത് തന്നെ. പിന്നെ ഇവന്റെ പേര് ചന്തു. ചന്തു എന്ന് വിളിച്ചാൽ ഇവന് മനസ്സിലാവുന്നുണ്ട് ഇവനെയാണ് വിളിക്കുന്നത് എന്ന്. ഇനി ഈ മൃഗശാലയിലുള്ള മറ്റൊരു താരത്തെ നമുക്ക് കാണാം. ഒട്ടകപക്ഷി, അതാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. 2 ഒട്ടകപക്ഷികളുണ്ട്. ഇവയുടെ ഇരുപ്പും നിൽപ്പും നടപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സമയം പോകുന്നറിയില്ല. എത്ര നേരം വേണമെങ്കിലും നമ്മളിവിടെ നിന്ന് പോകും. ഈ മൃഗശാലയിൽ ഏറ്റവും കൂടുതലുള്ളത് മാനുകളാണ്. സാധാരണ മൃഗശാലകളെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. മാനുകൾ പലതരം ഉണ്ട്. കലമാൻ, പേടമാൻ, പിന്നെന്താ മ്ലാവുകൾ, ഒരുപാടുണ്ട്. നമുക്ക് അതിന്റെ ബോർഡ് വായിച്ചാൽ അതിന്റെ പേരൊക്കെ അറിയാൻ സാധിക്കും. മൃഗങ്ങളെ കാണുക എന്നതല്ലായിരുന്നു ഈ യാത്രയുടെ എന്റെ പ്രധാന ടാർഗറ്റ്. ഇവിടെ 100 വർഷം പഴക്കമുള്ള ഒരു ആനയുടെ സ്കെൽട്ടൻ ഉണ്ട്, അസ്ഥികൂടം. കാഴ്ച ബംഗ്ലാവിന്റെ മധ്യത്തിലുള്ള മ്യൂസിയത്തിലാണ് അതുള്ളത്. ഒരു നൂറ്റാണ്ട് മുമ്പ് ചെരിഞ്ഞുപോയ ഈ ആനയുടെ പേര് ചെങ്ങാലൂർ രംഗനാഥൻ എന്നാണ്. തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിന്റെ സ്വന്തമായിരുന്നു രംഗനാഥൻ. ഈ അമ്പലത്തിലെ വലിയ അണ്ടാവ്, അതായത് വെള്ളം നിറയ്ക്കണ അണ്ടാവ്, അതിലേക്ക് വെള്ളം കൊണ്ടുവരുന്നത് ഇവനെ പോലുള്ള ആനകളായിരുന്നു. അപ്പൊ ഇവൻ വലുതായി കഴിഞ്ഞപ്പോ ഇവന്റെ പൊക്കം ഭയങ്കര അധികമായി. ക്ഷേത്ര കവാടം കടക്കാൻ പറ്റില്ലായിരുന്നു ഇവന്. അതുകൊണ്ട് ഇവനെ അന്തിക്കാടുള്ള ചെങ്ങാലൂർ മനയ്ക്ക് വിൽക്കുകയാണ് ആ ക്ഷേത്രക്കാർ ചെയ്തത്. കേരളത്തിലെത്തിയ ഇവനെ ഒട്ടുമിക്ക ഉത്സവങ്ങളിലും പൂരങ്ങളിലും എഴുന്നള്ളിപ്പിനൊക്കെ പങ്കെടുപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആറാട്ടുപുഴ പൂരത്തിന് ശാസ്താവിന്റെ കോലം വഹിച്ചത് ഇവനായിരുന്നു. അപ്പോൾ ഇവനോട് കുശുമ തോന്നിയ അഗൗർ ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആന ഇവന് കുത്തി. നല്ല പരിക്ക് തന്നെ ഇവന് പറ്റിയായിരുന്നു. പിന്നെ കുറെ നാളെ കിടപ്പിലായി, പാവം പിന്നെ ചെരിഞ്ഞു. പിന്നീട് ഒരു സായിപ്പാണ് ഇവന്റെ ശരീരം കൃത്രിമമായിട്ട് ദ്രവിപ്പിച്ച് അസ്ഥികളൊക്കെ പുറത്തെടുത്ത്. ഈ സായിപ്പ് ഈ മ്യൂസിയത്തിന്റെ ചുമതലകളുള്ള ഒരാളായിരുന്നു. ഈ മ്യൂസിയത്തിൽ ഒരുപാട് കാര്യങ്ങൾ വേറെയും കാണാനുണ്ട്. ഇതൊരു തിമ്മിംഗലത്തിന്റെ സ്കെൽട്ടൻ ആണ്. പിന്നെ കുട്ടിത്തേവാങ്ക്, അതുപോലെ മാൻ, പുലി, സീബ്ര, ഒരുപാട് മൃഗങ്ങളുണ്ട്. എല്ലാത്തിനെയും കണ്ടാൽ ജീവനുള്ളതുപോലെ തോന്നിക്കും. അതുപോലെയാണ് ഇതിന്റെ മേക്കിംഗ്. കേരളത്തിന്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് ഒരു ട്രാംവേ ആണ്. പണ്ട് കാലത്ത് ട്രെയിനൊക്കെ ഗുഡ്സ് കൊണ്ടിരുന്ന ട്രാംവേയുടെ ഒരു മാതൃകയാണ്. രാജാവിന്റെ പല്ലക്കാണത്. കൊച്ചി രാജകുമാരൊക്കെ യൂസ് ചെയ്തതായിരിക്കാം. കാരണം തൃശ്ശൂർ കൊച്ചിയുടെ ആസ്ഥാനമായിരുന്നല്ലോ ഒരു സമയത്ത്. പിന്നെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വാളും പരിചയും അമ്പും വില്ലും, പിന്നെ അതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങള്, ഈ കൊച്ചി രാജാക്കന്മാരുടെ വസ്ത്രങ്ങളാണ് ഉണ്ടായി കാണുന്നത്. ചില ദിവാമാരുടെ പ്രതിമകളെ കാണുമ്പോൾ അവരുടെ തൊപ്പി കണ്ടിട്ടില്ലേ, ശരിക്കും അതുപോലെ തന്നെ. നമ്മൾ കണ്ട ഈ മ്യൂസിയം ഉണ്ടല്ലോ, ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ മൃഗശാല അധികം നാൾ ഇവിടെ ഉണ്ടാവില്ല. കാരണം തൃശ്ശൂർ പുത്തൂരിൽ പുതിയൊരു മൃഗശാല വരുന്നുണ്ട്. ഒരു 2-3 വർഷത്തിനുള്ളിൽ അത് ഓപ്പൺ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെയുള്ള മൃഗങ്ങളും പക്ഷികളും എല്ലാം അങ്ങോട്ടേക്ക് പോകും. അവിടെ നമ്മളായിരിക്കും കൂട്ടിലൂടെ നമ്മൾ നടക്കണം. ഇവരെല്ലാവരും കാട്ടിലായിരിക്കും. അപ്പൊ കാട്ടിലെ രീതി എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് ഈ പക്ഷി മൃഗാദികളെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവയ്ക്ക് കാട്ടിലൂടെ പറന്ന് നടക്കാനും ഓടി നടക്കാനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ ഈ മൃഗശാലയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്